The force between two charges is 120 Newton. If the distance between the charges is doubled, the force will be. Force between two charges is 120 Newton ആണ്. If the distance between the charges is doubled, the force will be. അപ്പോൾ force between two charges is given by Coulomb's law. Coulomb's law എന്താണ് പറയുന്നത്? F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ ഡിസ്റ്റൻസിന് എങ്ങനെയാണ് എഫക്റ്റ് വരുന്നത് എന്ന് നോക്കുക. ഡബിൾ ചെയ്യുമ്പോൾ ആ ആർ സ്ക്വയർ അല്ലെങ്കിൽ ആ ഒരു ഡബിൾ ചെയ്യുമ്പോൾ എത്രയാണ് 4 ടൈംസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയും ടൈംസ് കുറയും, 1/4 ടൈമിലേക്ക് റിഡ്യൂസ് ചെയ്യും. കാരണം ഫോഴ്സും ഡിസ്റ്റൻസും എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. സോ നമുക്ക് 1/4 ആണ് റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ 120 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 30 ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. The direction of electric field due to positive charge. Direction of electric field due to positive charge is option A, away from the charge ആണ്. Away from the charge. The dielectric material must be എങ്ങനെയായിരിക്കും? ഒരു dielectric material എന്ന് പറയുന്നത് that should be an insulator. The ability of charged bodies to exert force on one another എന്നാണ് ഇവിടെ വരുന്നത്. It is attributed to the existence of ability of the charged bodies to exert force on one another. എന്ന് വെച്ചാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ആ ഒരു എക്സേർട്ട് ഫോഴ്സ് ഓൺ വൺ അനദർ, ആ എബിലിറ്റിക്ക് അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ DC only. And the electric field intensity at a point situated 4 meters from a point charge is 200 Newton per Coulomb. If the distance is reduced to 2 meters, then the field intensity will be electric field intensity E is equal to Q by 4 pi epsilon 0 R square എന്നാണ്. സോ ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് 4 meters ഉണ്ടായിരുന്നു. അപ്പോൾ 200 Newton per Coulomb ആയിരുന്നു. ഇനി ആ 4 ഇതെന്ന് പറയുന്നത് 2 meters ആക്കി കുറച്ചു. അപ്പോൾ 4 metersന് പകരം എന്തായി? 2 meters ആയി. അപ്പോൾ അതിൻ്റെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഹാഫ് ആകുമ്പോഴും നമുക്ക് ഡബിൾ ആണ് ആ ഒരു ഇൻറ്റൻസിറ്റി വരുന്നത്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്ര വരും? ഡബിൾ ആകുമ്പോൾ നമുക്ക് സ്ക്വയർ ആ ഒരു ഇവിടെ നോക്കേണ്ടത് ഡിസ്റ്റൻസ് അഥവാ ആറ് ഹാഫായി. ഓക്കെ, അപ്പോൾ എത്രയാണ് വ്യത്യാസം വരുന്നത്? ഹാഫ് ആകുന്ന വെച്ചാൽ 1/2 ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആയാലും ഫോഴ്സ് ആയാലും. അപ്പോൾ നമുക്ക് 1/4 എന്ന് വരും. ഇനി എങ്ങനെയാണ് ആ പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്? ഇവിടെ റിഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 4 ടൈംസ് ആണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. സോ 800 Newton per Coulomb. For making a capacitor, it is better to select a dielectric having എങ്ങനെയുള്ള കപ്പാസിറ്ററാണ് യൂസ് ചെയ്യേണ്ടത്, മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത്? ഹൈ പെർമിറ്റിവിറ്റി. ദ യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ്, ഇതിൽ ഏതാണ് യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് വരുന്നത്? നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ വാല്യൂ C is equal to Q/V എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സോ Q/V വരുമ്പോൾ കൂളംസ് പെർ വോൾട്ട് ആണ് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത്, ഫാരഡിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത്. The electric field at a point situated at a distance d from a straight charged conductor. Electric field at a point situated at a distance d from a straight charged conductor is ഏതാണ് വരുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് വരുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d ആണ് വരുന്നത്. A field line and an equipotential surface are ഒരു ഫീൽഡ് ലൈനും equipotential surfaceഉം they are always perpendicular to each other. A electric field line and equipotential surface are always at 90 degree. If 3 10 microfarad capacitors are connected in parallel, the net capacitance is ഈ കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ പാരലൽ ആകുമ്പോൾ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് സീരീസ് ആവുന്ന കേസ് പോലെയാണ്. അപ്പോൾ നമ്മൾ C1 + C2 + C3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 30 microfarad. The capacitance of a capacitor is not affected by ഇതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്, ഏരിയ ഓഫ് പ്ലേറ്റ്, തിക്നെസ് ഓഫ് പ്ലേറ്റ്, ഓൾ ഓഫ് ദി എബോവ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോട്ട് അഫക്റ്റഡ് ബൈ എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത കപ്പാസിറ്റർ സ്റ്റോഴ്സ് 0.24 coulombs at 10 volt. Its capacitance is 0.24 coulomb at 10 volt ആണ്. അപ്പോൾ നമുക്ക് Q/V ആണ് എന്ത് വരുന്നത്? കപ്പാസിറ്റൻസ് വരുന്നത്, കപ്പാസിറ്റൻസ് വാല്യൂ വരുന്നത്. സോ എത്രയാണ്? 0.24 ഡിവൈഡഡ് ബൈ 10 വരും. അപ്പോൾ 0.024. If the sheet of a bakelite is inserted between the plates of an air capacitor, the capacitance will
എന്താണ് സംഭവിക്കുന്നത്? ഷീറ്റ് ഓഫ് ദ ബേക്കലൈറ്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പ്ലേറ്റ്സ് ഓഫ് ആൻ എയർ കപ്പാസിറ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് വിൽ ഇൻക്രീസ്. If 15 microfarad capacitors are connected in series, the net capacitance, ഇപ്പോൾ സീരീസ് ആകുമ്പോൾ നമ്മൾ റെസിസ്റ്റേഴ്സിലെ പാരലൽ പോലെയാണ് വരുന്നത്. അപ്പോൾ 1/C is equal to 1/C1 plus 1/C2 plus 1/C3 ചെയ്യുക. ദെൻ ഇത് നമ്മൾ LCM കണ്ട് ഒരു ഇഫക്റ്റീവ് കണ്ടതിന് ശേഷം റെസിപ്രോക്കൽ എടുക്കുക. സോ ദാറ്റ് വിൽ ബി നമുക്ക് 3 ഇതെല്ലാം ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ 1/15 plus 1/15 plus 1/15 വരും, 3/15 വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 15 divided by 3 വരും. അപ്പോൾ എത്ര കിട്ടും? 5 മൈക്രോഫാരഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്വിസസ് അറ്റൻഡ് ചെയ്യാം. ക്വിസസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് നോക്കാവുന്നതാണ്, നിങ്ങളുടെ സ്കോർ നോക്കാവുന്നതാണ്. സ്കോർ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. EEMADC.com സന്ദർശിക്കുക. കൂടുതൽ MCQs അറ്റൻഡ് ചെയ്യുക. സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നീ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.